ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ആറ്റുനോറ്റ് കാത്തിരുന്ന് കിട്ടിയ ടിക്കറ്റും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ദൃശ്യം കാണാൻ വേണ്ടി പോവാണ്. 10:30 ഷോ. ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് സ്റ്റീക്ക് ഹൗസ്, പയ്യന്നൂർ സ്റ്റീക്ക് ഹൗസിൽ കയറി ഫുഡ് കഴിച്ചു. ഞങ്ങൾ ദോശ കഴിക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിച്ചു, നൈസായിട്ടൊന്ന് കഴിച്ചു. പിന്നെ അർച്ചനയിലായിരുന്നു ഷോ 10:30. പിന്നെ അവിടെ നിന്ന് കഴിച്ച് സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, മെല്ലെ അങ്ങ് കഴിച്ച് ഞങ്ങൾ നേരെ അർച്ചനയിലേക്ക് പോയി. ഭയങ്കര തിരക്ക് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അത് 10:30 മുന്നത്തെ ഷോ, 7:30 ഷോക്ക് അവിടെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ടിക്കറ്റൊക്കെ മാറി അവിടെ അങ്ങ് ഇരുന്നു. എന്നു വെച്ചാൽ 10:30 വരെ ടൈം ഉണ്ടല്ലോ, നേരത്തെ എത്തി. എന്നെ അറിയുന്നവർക്കറിയാം, ഞാനൊരു കട്ട ലാലേട്ട ഫാനാണ്. ഞാനാണെങ്കിൽ ലാലേട്ടൻ്റെ എല്ലാ സിനിമകളും, പരമാവധി എല്ലാ സിനിമകളും FDFS കാണാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എനിക്കിത് കാണാൻ പറ്റിയില്ല. കാരണം ബുക്ക് മൈ ഷോയിൽ അത്രയും തിരക്കായിരുന്നു, ഹൗസ്ഫുള്ളായിരുന്നു. ഒരു ടിക്കറ്റും എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഇപ്പോൾ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്, സിനിമ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് 2 കോഫിയൊക്കെ കുടിച്ച് ഷോ തുടങ്ങാനായപ്പോൾ കയറി. തിയേറ്റർ ഫുള്ളായിരുന്നു കേട്ടോ. ഒരു സീറ്റിൽ പോലും ആരും ഒഴിവില്ല, എല്ലായിടത്തും ഫുള്ള്. ദൃശ്യം 3 മസ്റ്റ് വാച്ചാണ് മക്കളെ. തിയേറ്ററിൽ തന്നെ പോയി കാണണം. OTT കാണുമ്പോൾ ഇത്രയ്ക്ക് ഫീല് കിട്ടത്തില്ല. കാരണം അത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ 1ഉം 2ഉം പ്രതീക്ഷിച്ച് പോയതുപോലെയല്ല, തികച്ചും വ്യത്യസ്തമായിട്ട് അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടനൊക്കെ ഗംഭീര പെർഫോമൻസ്, അത് പിന്നെ പറയണ്ടല്ലോ. എല്ലാവരും ഒന്നിനൊന്ന് കിടിലായിരുന്നു. എനിക്കെന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും പോയി കാണുക കേട്ടോ.